രമേശിൽ നിന്നും 50 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന പരാതിയിൽ ബാബുവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് രാജി. വിജിലൻസ് കോടതിയുടെ വിധി വരുമ്പോൾ കൊച്ചി മെട്രോയുടെ പരീക്ഷണ ഓട്ടത്തിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു കെ ബാബു. വിവരമറിഞ്ഞ ഉടൻ ബാബു വേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രിയുമായി പ്രാഥമിക ചർച്ച നടത്തി. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള നിർദ്ദേശം ഉത്തരവിലുണ്ടോ എന്ന കാര്യം വീണ്ടും അന്വേഷിക്കാൻ നിർദ്ദേശം പോയി. മെട്രോ വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കാര്യങ്ങൾ വ്യക്തമായിരുന്നു. ഇന്ന് തന്നെ കാണാമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ് ബാബു വേദി വിട്ടു. കേസെടുത്താൽ മന്ത്രിസ്ഥാനത്ത് തുടരില്ലെന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ബാബു തന്നെ മുഖ്യമന്ത്രിയോട് നേരിട്ടും ടെലിഫോണിലൂടെ രമേശ് ചെന്നിത്തലയും അറിയിച്ചു. കൊച്ചിയിലുണ്ടായിരുന്ന KPCC പ്രസിഡന്റ് VM സുധീരനും മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും വിളിച്ചു. സുധീരന്റെ ഉറച്ച നിലപാടാണ് ബാബുവിന്റെ രാജി വേഗത്തിലാക്കിയത്. രാജിയാണ് ഉചിതമെന്ന് സുധീരൻ നിലപാടെടുത്തു. കേസ് വന്നാൽ ബാബു രാജിവെക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ എന്നായിരുന്നു ചെന്നിത്തലയുടെ നിലപാട്. ബാബുവിന്റെ രാജ്യമാണ് ഉചിതമെന്ന സുധീരന്റെയും ചെന്നിത്തലയുടെയും നിലപാടിനോട് യോജിക്കാതെ മുഖ്യമന്ത്രിക്ക് വേറെ വഴിയില്ലാതായി. VM സുധീരനാകട്ടെ ഇക്കാര്യം ഹൈക്കമാൻഡുമായും സംസാരിച്ചു. കോടതി വിധി ഗൗരവതരമെന്ന് സുധീരൻ പ്രതികരിച്ചോടെ തന്നെ ബാബുവിന്റെ രാജി ഉറപ്പായി. ഇന്നത്തെ കോടതി വിധിയെ അതീവ ഗൗരവമായിട്ട് തന്നെയാണ് പാർട്ടി കാണുന്നത്. നേരെ ഗസ്റ്റ് ഹൗസിലെത്തിയ ബാബു സുധീരനെ കാണാതെ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ എ ഗ്രൂപ്പ് നേതാക്കളുമായും ചർച്ച നടത്തി. ബാബു ഉടൻ രാജിവെക്കണമെന്ന കാര്യത്തിൽ എ ഗ്രൂപ്പിൽ വ്യത്യസ്ത സ്വരം ഉയർന്നുവെങ്കിലും ഇനി തുടരേണ്ടതില്ല എന്ന ഉറച്ച നിലപാട് ബാബു എടുത്തു. രാജിക്കത്ത് 3:15 മുഖ്യമന്ത്രിക്ക് കൈമാറിയ ശേഷം എറണാകുളം പ്രസ് ക്ലബിലേക്ക്. അപ്പോൾ ഞാൻ എൻ്റെ നിലപാട് അറിയിച്ചു. രാജി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ബാബുവിന്റെ രാജിക്കാര്യത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായില്ല. കൊച്ചിയിലുണ്ടായിരുന്ന KPCC പ്രസിഡന്റിനെ കാണാനോ ഫോണിൽ സംസാരിക്കാനോ കെ ബാബുവും തയ്യാറായില്ല എന്നത് ഇരുവരും തമ്മിലുള്ള അകൽച്ച കൂടുതൽ വലുതായി എന്ന സൂചനയാണ് നൽകുന്നത്.